ഹായ് നമസ്കാരം, ഞാൻ ശിലാ സന്തോഷ്. നമ്മുടെ ഗ്രീൻ ആർട്ടിഫിഷ്യനിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു ഡോക്ടറെയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പാരമ്പര്യം നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഡോക്ടറാണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും കൃത്യമായിട്ട് അനുഭവിച്ചറിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ആ ചികിത്സാ രീതി. കൊട്ടാരക്കര നെല്ലിക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ. ഈ ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഗ്രാമം, ശരിക്കും നല്ലൊരു ഗ്രാമത്തിനെയാണ്. രണ്ട് സൈഡിലും കൃഷിയൊക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേകതയാണുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ കാണാം. ശരിക്കും നല്ല രീതിയിലുള്ള തനിമ അല്ലെങ്കിൽ ആഹാര രീതി, ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതിയുടെ ആഹാര രീതിയിലുള്ള ആ ഒരു നിഷ്ഠയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം, കൂടുതൽ കാര്യങ്ങൾ അറിയാം. സാറേ, ഞാൻ ഏകദേശം സാറിനെ കുറേ വർഷത്തിന് മുമ്പ് തന്നെ പരിചയപ്പെട്ടു. പലരും സാറിൻ്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളത് കൂടുതലും ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ എന്നോട് സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാറ് ശിലാ മ്യൂസിയത്തിൽ വന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന കുറച്ച് ചെടികൾ എൻ്റെ ഈ ആയുർവേദ സസ്യങ്ങൾ കളക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് അനുഭവമാണ്. കാരണം സാറിൻ്റെ ചികിത്സാ രീതി അല്ലെങ്കിൽ ആഹാരം കഴിക്കേണ്ട രീതി, സമയം, ഏറ്റവും പ്രധാനമായിട്ട് സാറിൻ്റെ ചികിത്സാ രീതിയിൽ ഞാൻ ഒത്തിരിയും വൈദ്യന്മാരെ പരിചയപ്പെട്ടിട്ടുള്ള ആളാണ്. ആ കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതിയാണ് ഇദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ഏറ്റവും പ്രധാനം. അത് വളരെ വളരെ വലിയ കാര്യം തന്നെ. കാരണം ഞാനിപ്പോൾ അനുഭവിച്ചറിഞ്ഞതാണ്. സാർ ഏകദേശം എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്? ഞാൻ ആക്ച്വലി നേരത്തെ ഒരു കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം 2011 ഇവിടെ OP ആയിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആണ് വെണ്ടാർ ബാലകൃഷ്ണ, വെണ്ടാർ സ്കൂളിൻ്റെ സ്ഥാപക അദ്ദേഹം വെണ്ടാർ ബാലകൃഷ്ണ സാറായിരുന്നു ഇവിടെ ഭദ്രദീപം കൊളുത്തി 2011 ഉദ്ഘാടനം ചെയ്യുന്നത്. 2011 OP ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പാർട്ട് ടൈമായിട്ടായിരുന്നു അവിടെ 3 ദിവസം ഇവിടെ 3 ദിവസം ആണെങ്കിൽ കോളേജിലുമായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് പതുക്കെ ആണെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വന്നതിനനുസരിച്ചിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ ടൈം ഇവിടെ തന്നെ ഇതിലോട്ടാക്കി. പിന്നെ 2015 നമ്മൾ ആദ്യമായിട്ട് IP തുടങ്ങി. അതൊരു OP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2018-20 വർഷങ്ങളിലായിട്ടാണെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്ത് ഇന്നിപ്പോൾ ആണെങ്കിൽ നമ്മൾ 25 ബെഡുള്ള ഹോസ്പിറ്റലാക്കി നമ്മൾ 2020 കൂടിയാണെങ്കിൽ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഏതൊക്കെ ചികിത്സയാണ് സാർ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത്? നമുക്ക് മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് മൈഗ്രെയിൻ മുതൽ ഉപ്പൂറ്റി വേദന വരെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമെങ്കിലും ഏറ്റവും കൂടുതൽ ഇവിടെ പേഷ്യൻസ് വരുന്നത് വെരിക്കോസ് വെയിനും വെരിക്കോസ് അൾസറിനുമാണ്. ഇത് രണ്ടും നമുക്ക് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത്. ഏകദേശം നല്ലൊരു സ്റ്റേജ് ഉള്ള ഒരാൾ വന്ന് എത്ര ദിവസം, എന്നാലും പറയാൻ പറ്റത്തില്ല, എങ്കിലും എത്ര ദിവസം എടുക്കും? വെരിക്കോസ് വെയിൻ സാധാരണഗതിയുള്ള വെരിക്കോസ് വെയിൻ എല്ലാം നമുക്ക് OP ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതിയാവും. വന്ന് OP ആയിട്ട് ചെയ്തിട്ട് പോയാൽ മതിയാവും. എന്നാൽ ചില കേസുകളുണ്ട്, അത്തരം കേസുകൾ ഇപ്പോൾ വെരിക്കോസ് വെയിൻ വന്നിട്ട് പൊട്ടി മുറിവ് കരിയാതെ വ്രണമായിട്ടിരിക്കുന്ന അവസ്ഥ, വെരിക്കോസ് അൾസർ എന്നാണ് ആ കണ്ടീഷനെ പറയുന്നത്. അപ്പോൾ അത്തരം കണ്ടീഷനിൽ നമുക്ക് തീർച്ചയായിട്ടും IP ആയിട്ട് തന്നെ ചെയ്തെങ്കിലേ മാറത്തുള്ളൂ. അങ്ങനെ ഇവിടെ എല്ലായിടവും പോയി മാറാത്ത കേസുകളാണ് നമുക്കിവിടെ കൂടുതലും വരുന്നത്. അല്ല, എനിക്കും അങ്ങനെ ഉണ്ട്. എൻ്റെ പെങ്ങളെ ഞാൻ 1-2 അടുത്ത് കൊണ്ടുപോയതാണ്. അപ്പോൾ ഇവിടെ വന്ന് ശരിക്കും ഒരു 2-3 പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര മാറ്റം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ മോളെ കൊണ്ടുവന്ന്, ഇപ്പോൾ അമ്മയെ കൊണ്ടുവന്നു. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം. കൃത്യമായ ഒരു പരസ്യമല്ലത് നമ്മുടെ ചാനലിൻ്റെ അറിയാമല്ലോ, ഇതുവരെ ഇതിനകത്തൊരു പരസ്യം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞത് മാത്രമാണ് നമ്മുടെ ചാനലിൽ ഇതുവരെ വന്നിട്ടുള്ളത്. കാരണം വ്യത്യസ്തമായിട്ടുള്ള എല്ലാം ഉണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഡോക്ടർ നമ്മുടെ അടുത്തുള്ളത്. അപ്പം ഇതൊരു പരസ്യമല്ല, ഞാൻ അനുഭവിച്ച എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള കുറേ സുഹൃത്തുക്കൾ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. കാരണം വീട്ടിലുള്ള പല ആൾക്കാരും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇതിനെവിടെ പോയാൽ പറ്റും, അല്ല ഇന്ന അസുഖത്തിന് എവിടെ പോയാൽ പറ്റും. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ നമ്പരും കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഇവിടെ വരാം. എത്ര മണിക്കാണ് സാറേ OP തുടങ്ങുന്നത്? നമുക്ക് രാവിലെ IP ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ രാവിലെ മുഴുവൻ IPയുടെ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. OP തുടങ്ങുന്നത് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 മണി വരെ OP ഉണ്ടാവും. 7 മണി വരെ ഉണ്ടാവും. ഈ ഒരു അന്തരീക്ഷം തന്നെ വളരെ എന്താ പറയുന്നത്, ഇതൊരു കൊട്ടാരക്കരയിൽ നിന്ന് ഇത്രയും അടുത്താണുള്ളത്. പക്ഷേ തൊട്ടപ്പുറത്ത് വലിയ ജംഗ്ഷനും ഒക്കെയാണ്. പക്ഷേ ശരിക്കും ഒരു നല്ല ഗ്രാമമാണിത്. നമുക്ക് വളരെ ഗ്രാമഭംഗിയുണ്ട്. ഈ എഴുത്തിലൊക്കെ ഏകദേശം കുറേ പശുക്കൾ നിന്നിട്ടുള്ള ഒരു എഴുത്തിലായത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എഴുത്തിലുകളില്ല. അപ്പോൾ ഏകദേശം എനിക്കൊന്ന് 10-20 പശുക്കളിൽ കൂടുതൽ നിൽക്കാൻ പറ്റുന്ന ഒരു എഴുത്തിലാണ്. അതും വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പം നമ്മൾ ഇപ്പോഴുള്ള പുതിയ തലമുറയിലുള്ള ആൾക്കാർ പറയും ഇത് ചാണകം വളരെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എന്നൊക്കെ. പക്ഷേ പഴയ ആൾക്കാരെല്ലാവരും പശുക്കളെ കണ്ടിട്ടായിരുന്നു മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ കാര്യം തന്നെയാണ് സാറേ, ഇത് നിലനിർത്തി തന്നെ.
എനിക്കും അതാണ് പലപ്പോഴും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത് പൊളിച്ചു മാറ്റണമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ആണെങ്കിൽ ഞാൻ ഇതിനെ സംരക്ഷിക്കാൻ തന്നെയായിട്ടാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഇതിനാണെങ്കിൽ ഈ ഓടെല്ലാം മാറ്റി ഇപ്പോൾ പുതിയ ഓടെല്ലാം ഇട്ടു. അതേപോലെ ഇവിടുത്തെ കുറേ ആണെങ്കിൽ കഴുക്കോലൊക്കെ പോയായിരുന്നു, അതെല്ലാം മാറ്റി കമ്പിയാക്കി ഇതെല്ലാം ടൈൽസ് എല്ലാം ഇട്ട് ഇത് സംരക്ഷിച്ച് നിർത്തണം എന്നുള്ള വിചാരത്തോടെ തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു എന്താ പറയുന്നത് ഒരു സൗന്ദര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗ്യം എന്നൊക്കെ പറയത്തില്ലയോ പഴയ കുടുംബം, അത് നമ്മൾ നോക്കിയാൽ അറിയാം. പല കുടുംബങ്ങളും നശിച്ചു പോയിരിക്കുന്ന ആദ്യം അവിടുത്തെ പശു ഇല്ലാതാവുന്നത്, അത് കഴിഞ്ഞ് ആ എഴുത്തിൽ നശിച്ചു, അതോടെ ആ കുടുംബം തീർന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഇത് നല്ല രീതിയിൽ സംരക്ഷിച്ച് വെക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഐശ്വര്യം കൃത്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് നമുക്കിത്. ഇതെല്ലാം വാസ്തു അനുസരിച്ച് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെയാണെങ്കിൽ ഇതിന് പോസിറ്റീവ് എനർജി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സാർ ഇപ്പം പിന്നെ ഇതിന് ചുറ്റും നല്ല രീതിയിൽ ചെടികളും അതുപോലെ ഔഷധ ചെടികളും ഉണ്ട്. അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മളിപ്പം പല ആയുർവേദ ഡോക്ടർമാരുടെ വീട്ടിൽ പോയാൽ ഔഷധ ചെടി ഒരെണ്ണം പോലും കാണത്തില്ല. അവിടെ ഓർക്കിഡും ആന്തൂറി അങ്ങനെയൊക്കെ ചെടികളായിരിക്കും കൂടുതൽ. ഞാനും പോയിട്ടുണ്ട് പലയിടത്തും. പക്ഷേ ഇത് സാർ ആ ഒരു എന്താ പറയുന്ന ആ ഔഷധത്തിനെ കൃത്യമായിട്ട് സ്നേഹിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഇത് വേണ്ടാണ് നമ്മുടെ വീട്ടിൽ വന്നത്. തീർച്ചയായിട്ടും കാണാൻ വേണ്ടി വന്നത്. ഔഷധ ചെടി നിങ്ങളുടെ ഒരു ഔഷധ തോട്ടം തന്നെ തുടങ്ങണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാണ്. അതിനുള്ളൊരു പ്രിപ്പറേഷനിലാണ് നമ്മളുള്ളത്. എന്നാലും മാക്സിമം അതേപോലെ പ്രത്യേകിച്ച് റെയറായിട്ടുള്ള ഔഷധ ചെടികളെല്ലാം തന്നെയാണെങ്കിൽ സംരക്ഷിക്കണം. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്കാണെങ്കിൽ ഈ ഔഷധ ചെടികളെ കണ്ട് അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി എനിക്കുണ്ട്. തീർച്ചയായിട്ടും അതിന് നമ്മളും കൂടെ ഉണ്ട്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ നമുക്ക് ഈ പിന്നെ പേഷ്യൻറ്റിനോടൊക്കെ നമുക്ക് അവരുടെ അനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് അറിയാം. നമുക്ക് ഈ ഹോസ്പിറ്റലിലെ രീതിയൊക്കെ ഒന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഇവിടുത്തെ പേഷ്യൻറ്റിനെയൊക്കെ നമുക്കൊന്ന് നേരിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്തുവായിരുന്നു? എൻ്റെ പേര് പാണ്ഡ്യൻ. ഞാൻ വന്നത് തമിഴ്നാട്ടിലിരുന്നാണ്, രാജപാളയം എൻ്റെ സ്ഥലം. ഞാൻ മസ്കറ്റിലെ ജോലി ചെയ്തായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ വന്നപ്പോൾ എനിക്ക് അസുഖമായി ഈ സെർവിക്കലിൻ്റെ കുറച്ച് നംനെസ് ഉണ്ടായിരുന്നു ഈ കൈനകത്ത്. അപ്പോൾ അമ്മയ്ക്ക് കാണിക്കാൻ വന്നപ്പോൾ സാറോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഒന്നുകൂടി വെറ്റെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്ന് അവധിയൊക്കെ കുറവാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുന്ന ശേഷം അന്ന് തൊട്ട് എനിക്ക് അസുഖം കൂടുതലായി. അപ്പോൾ കൂടുതലായതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് മെയിൽ അയച്ചു, കോട്ടയ്ക്കലിലേക്ക് മെയിൽ അയച്ചു. എല്ലാം ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. കാരണം 2017 അതിന് മുമ്പ് 2011 കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ തന്നു. അത് അവിടുത്തെ മസ്കറ്റിലെ കോട്ടയ്ക്കലിൽ മേടിക്കാൻ പോയപ്പോൾ അവർ തരുന്നില്ല, ഓയിൽ മാത്രം തന്നിരുന്നു. പിന്നെ കൂടുതൽ അസുഖമായപ്പോൾ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലെ ഫർദർ ട്രീറ്റ്മെൻറ്റൊക്കെ ചോദിച്ചപ്പോൾ എംആർഐ എടുത്ത് നോക്കിയിട്ട് സർജറിയാണ് ചെയ്യേണ്ട ഒരു കാരണം കൂടുതൽ കംപ്രഷനും ബൾജൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം നടന്നു പോകുമ്പോൾ ബാലൻസ് കിട്ടില്ല. അപ്പോൾ പിന്നെ കൈ നംനെസ് കൂടുതലായി. എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ സോപ്പ് വെച്ച് കുഴിക്കുമ്പോൾ സോപ്പിൻ്റെ അളവിൽ താഴെ വീഴും. അപ്പോൾ സോപ്പ് പിടിക്കുന്ന ഒരു ഇത് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രോജക്റ്റ് മാനേജറോട് സംസാരിച്ചു. പിന്നെ ലീവ് കാര്യങ്ങളൊക്കെ HR പേശിയിട്ട് സംസാരിച്ചിട്ട് പിന്നെ ഫ്ലൈറ്റ് ഇപ്പോൾ ഉള്ള സമയത്തുള്ള ഫ്ലൈറ്റ് സർവീസ് ഇല്ല, ഇവിടെ നിന്നില്ല, അവിടെ നിന്ന് വരാൻ മാത്രമേ ഉള്ളൂ എമർജൻസിയിൽ. അപ്പോൾ മെഡിക്കൽ റീസണായിട്ട് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവധിയൊക്കെ എടുത്ത് കഴിഞ്ഞ മാസം 12-ാം തീയതിയാണ് വന്നത്. ഇവിടെ വന്നില്ല, നാട്ടിലെത്തി ട്രിവാൻഡ്രത്തിലാണ് ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് വന്നപ്പോൾ പിന്നെ കോട്ടയ്ക്കലിൽ അന്വേഷിച്ച് വെച്ചിരുന്നില്ലേ മെയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ എല്ലാം ലോക്ക്ഡൗണാണ്. വളരെ മോശമാണ് അവിടുത്തെ സ്ഥലം, ട്രിപ്പിൾ ലോക്ക്ഡൗണാണ്. അപ്പോൾ പാലക്കാട് കഴിഞ്ഞിട്ട് വാളയാർ ചെക്ക് പോസ്റ്റ് എല്ലാം പോകാൻ പറ്റില്ല, അത്രയും ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അന്ന് OP പേഷ്യൻ്റ് മെഡിസിൻ കൊടുത്തതുകൊണ്ടാണ് ഞാൻ അവിടെ അപ്രോച്ച് ചെയ്തു. പിന്നെ എനിക്ക് ഓർമ്മ വന്നു, ആ സാറൊന്ന് പറഞ്ഞല്ലോ ഒന്ന് വിളിച്ച് ചോദിക്കാമെന്ന്. പിന്നെ ഞാൻ സാറിനെ വിളിച്ച് ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇവിടെയാണ് 1.5 കൊല്ലമായിട്ട് കാണേണ്ടത്. അമ്മയ്ക്ക് നല്ല സുഖം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്. വീണ്ടും സാറിക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ പിന്നെ MRI റിപ്പോർട്ട് അയച്ചിരുന്നു. അപ്പോൾ സാറ് ജസ്റ്റ് പറഞ്ഞു കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസാണ്. ഇപ്പോൾ കോംപ്ലിക്കേറ്റഡ് കേസാകുമ്പോൾ എന്നാലും ശരിയാക്കി തരാമെന്നാണ് എന്നൊക്കെ ഒരു ഉത്തരവാദിത്വം തന്നു. അപ്പോൾ അങ്ങനെ ഒരു പിടിച്ചിട്ടാണ് ഞാൻ യാത്ര ഉണ്ടാക്കി വരാനെന്നിട്ട് ഞാൻ വന്നിട്ട് ഇപ്പോൾ 24 ദിവസമായി. ബോഡി മൊത്തം ഫ്രീ ആയി. ഇപ്പം എങ്ങനെയുണ്ട്? ബോഡി മൊത്തം ഫ്രീ ആയി. ജസ്റ്റ് ഇവിടെ മാത്രം കുറച്ച് ഉണ്ട്. അത് സാറേ പറഞ്ഞു ഇത് മാറാൻ കുറച്ച് സമയം എടുക്കും. കാരണം സമയം പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഇത് മൾട്ടി കംപ്രഷനാണ് കൂടുതൽ. ബൾജും പിന്നെ സർജറിക്കുള്ള കേസാണ് കംപ്രഷനും.
അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ സാറ് കൊടുത്ത മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. തൽക്കാലികം ഉദ്യോഗസ്ഥന ട്രീറ്റ്മെൻറ്റാണ് പോയിക്കൊണ്ടിരിക്കുക. ഇത് കളഞ്ഞിട്ട് ഒരു മെയിൻ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ആൾമോസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ആ ട്രീറ്റ്മെൻറ്റ് പോകാണ്. അപ്പോൾ അത് ഇത്രയും സമയം ആയി. എനിക്കും വീണ്ടും തിരിച്ച് പോകണം, പല ജോലിയൊക്കെ കയറണം. കാരണം ഞാൻ പറഞ്ഞത് സാർ എൻ്റെ ജോബ് സെക്യൂരിറ്റിക്ക് പോകണം, ഇങ്ങനെ ആയാലും റെഡിയാക്കി കൊടുക്കാനാണ് ഞാനെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓക്കെ, എനിക്ക് ഗുണമാകുമെന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുക. സാർ ഇത് ഇതിൻ്റെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അസുഖം? അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ് ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാണ്, കംപ്രഷൻ ഉണ്ടായിട്ടുണ്ട്, ബൾജുണ്ട്, ഡിസ്ക് ബൾജുണ്ട്. അപ്പോൾ അത്തരം കേസുകൾക്കെല്ലാം തന്നെയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങളുടേത്. അപ്പോൾ നിങ്ങൾ സർജറി ചെയ്താൽ പോലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പെർഫെക്ഷൻ ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്കിനെ അതിൻ്റെ തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. ഇത് സെർവിക്കൽ കംപ്രഷനാണ്, സെർവിക്കൽ ഡിസ്ക് പ്രൊലാപ്സും ഉണ്ട്. ഇതേപോലെ തന്നെയാണെങ്കിൽ നടുവിന് വരുന്ന ഡിസ്ക് പ്രൊലാപ്സിനും ഇതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനും നമ്മൾ പറയും, നമ്മുടെ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റാണ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. നമ്മളിവിടെ ആണെങ്കിലും 100ലധികം പേഷ്യൻസിനെ ആണെങ്കിൽ റിസർച്ച് മെത്തേഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ലംബാർ ഡിസ്ക് പ്രൊലാപ്സിന്, ഈ ഡിസ്ക് പ്രൊലാപ്സ് വന്ന കേസുകൾ അത് 100 കേസ് സക്സസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കാണെങ്കിൽ അവർക്കൊരു അഷുറൻസ് കൊടുക്കാൻ പറ്റും. കാരണം ഇത് നമ്മളോട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആവും എന്നുള്ളതാണ്. അതെ അതെ. ഇത് മാത്രമല്ല, നമുക്കിവിടെ ചെയ്ത ഒരു പേഷ്യൻസിന് പോലും ആണെങ്കിൽ സക്സസ് അല്ലാതെ പോയിട്ടില്ല. ഇല്ല. അതാണ് മറ്റ് ഈ പേഷ്യൻസ് പറഞ്ഞു വരുന്ന പേഷ്യൻസാണ് നമുക്ക് വരുന്ന ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത്. ഞാനും അങ്ങനെ തന്നെ വന്നതാണ്. ഇത് എൻ്റെ മോളും അമ്മയാണ്. അത് അവർ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പം ഞാൻ ഗ്യാരൻ്റി ആയിട്ട് പറയുന്ന ഒരു കാര്യം, എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ ഇവിടെ തന്നെയാണ് ചികിത്സ ചെയ്യുന്നത്. അതാണ് ഞാൻ ഗ്യാരൻ്റി ആയിട്ട് തന്നെ പറയുന്നത്. നമുക്ക് അടുത്ത ഒരു പേഷ്യൻറ്റിനെ പരിചയപ്പെടാം. കാരണം ഇവിടെ പരിചയപ്പെട്ട് പോകാനാണ് ഈ വീഡിയോ തീരത്തില്ല, അതുപോലെ ആളുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് പ്രധാനപ്പെട്ട ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. ഒരുപാട് വലിയ ആശുപത്രികളിൽ കൊണ്ടുപോയി അമ്മയുടെ കാല് പഴുത്ത് ഇങ്ങനെ കൊണ്ടുപോയി, അസുഖം എന്തെന്നൊന്നും കണ്ടുപിടിച്ചില്ല. പല രീതിയിലും അവർ ചികിത്സകളൊക്കെ ചെയ്ത് അന്നേരം സുഖമായെന്ന് പറഞ്ഞ് വീട്ടിൽ വിടും. അങ്ങനെ പിന്നെ വീട്ടിൽ വരുമ്പോൾ വീണ്ടും അസുഖങ്ങളൊക്കെ കൂടും. പിന്നെ നമ്മൾ വേറെ പറയുന്നിടത്തോട്ട് കൊണ്ടുപോകും. അങ്ങനെ എറണാകുളം ആശുപത്രി വരെയൊക്കെ കൊണ്ടുപോയി. ഒരു 25 സെൻറ്റ് സ്ഥലവും ആ ഒരു കെട്ടിടവും വെക്കാനുള്ള കാശ് അമ്മയ്ക്ക് കാലിന് വേണ്ടി ശരിയായിട്ടും രോഗം എന്തെന്ന് കണ്ടുപിടിക്കുകയോ അസുഖം മാറിയതോ ഇല്ല. അങ്ങനെ പിന്നെ അമ്മയുടെ മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മ ഇവിടെ കിടന്ന് ചികിത്സ ചെയ്ത് കുറഞ്ഞെന്നറിഞ്ഞപ്പോൾ അരീക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ അമ്മയ്ക്ക് സുഖമാവും, അവിടെ കൊണ്ടുവന്ന് പറഞ്ഞൊരു ഉറപ്പ് പറഞ്ഞതിൻ്റെ പേരിൽ അരീക്കെ ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുവന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ചേച്ചിയുടെ പേരെന്തുവാ? എൻ്റെ പേര് ശ്രീദേവി. ഞാൻ കൊല്ലത്താ അമ്മയെ നോക്കാൻ നിൽക്കുന്നു. അപ്പം അമ്മയുടെ പേര്? അമ്മയുടെ പേര് അശ്വതി അമ്മ. അശ്വതി അമ്മ. എത്ര വർഷമായി ഏകദേശം അമ്മയ്ക്ക് ഇങ്ങനെ കാലിൽ? 26 വർഷമായി. 26 വർഷമായി. പല ആശുപത്രികളിലും കൊണ്ട് നടക്കുക. പല ആശുപത്രികളിലും കൊണ്ട് നടക്കുക. അതിൽ കുറവൊന്നും അപ്പോൾ കുറയും, വീട്ടിൽ വരും. 5 ദിവസം അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ വീണ്ടും കൂടും. അങ്ങനെ പല ആശുപത്രികളിലും പോയി. എറണാകുളത്ത് വരെ വന്നിട്ടുണ്ട്. എന്നിട്ടൊന്നും കുറഞ്ഞില്ല. അങ്ങനെ വീട്ടിൽ പോയിട്ട് പിന്നെ ഒരു ആശുപത്രിയിൽ 25 ദിവസം കിടന്നു, എന്നിട്ടും കുറഞ്ഞില്ല. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴാണ് മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ റെക്കമെൻഡിലാണ് ഇവിടെ വന്നത്. അമ്മ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? വന്നിട്ട് ഇപ്പം നല്ല കുറവുണ്ട്, നല്ല വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. ഏകദേശം മുറിവൊക്കെ ഉള്ളു. വന്നിട്ട് എത്ര ദിവസമായി? വന്നിട്ട് ഇപ്പം 2 മാസമായി. 2 മാസം കഴിഞ്ഞു. ഈ കാല് കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന്. കാരണം 26 വർഷം കൊണ്ട് ഈ ഒരു കാലുമായിട്ട് പോകാത്ത സ്ഥലം വളരെ കുറവ്. നമ്മൾ ഏകദേശം എറണാകുളം വരെ ഇവിടുന്ന് സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ അരീക്കൽ ഈ ഹോസ്പിറ്റലിൽ എത്തിയത്. അപ്പം ആ ഒരു വ്യത്യാസം ഇത് പറയുന്നത് വേറെ ആരുമല്ല, അത് വീഡിയോ ആയിട്ടാണ് ഒരു പരസ്യം എഴുതി വെച്ചത്, ഒന്നുമല്ല, ലൈവായിട്ട് തന്നെയാണ് അമ്മ പറയുന്നത്. വളരെ സന്തോഷത്തോടെ തന്നെ, അമ്മയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം, വളരെ സന്തോഷത്തോടെ തന്നെയാണ് പറയുന്നത്. വേദന അതുപോലെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. കുറവുണ്ട്, നല്ല വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാ കാലും നോക്കാൻ വേണ്ടി മടക്കി വെച്ചിട്ടുണ്ടോ ഈ മുട്ടിനുള്ള വരുത്തം മാത്രമേ ഉള്ളൂ. ബാക്കി അതെല്ലാം ബാക്കിയെല്ലാം കാണാൻ വയ്യാതാ വന്ന ഇവിടെ മുറിവായിട്ട്. അങ്ങനെ വന്നതാ. വിരൽ പോലും കാണത്തില്ലായിരുന്നു അമ്മയ്ക്ക്. വിരലെല്ലാം കൂട്ടി മുട്ടി ഇങ്ങനെ ഇരുന്നത്. ഇപ്പോൾ എല്ലാം ഓരോ വിരലായിട്ട് എടുക്കാവില്ല. നല്ല സുഖമുണ്ട്. ഡോക്ടർ, ഇത് എല്ലാവർക്കും കാണപ്പെടുന്ന ഒരു അസുഖമാണോ ഇങ്ങനെ? ഇവിടെ ധാരാളം ഇത്തരം കേസുകൾ വരാറുണ്ട്. ഞാനിപ്പോൾ 2014 തുടങ്ങിയ സമയത്ത് തന്നെയാണെങ്കിൽ ഇത് വെരിക്കോസ് വെയിൻ വന്ന അൾസറായിട്ട് മാറുന്നതാണ്. ഒരുപാട് കേസുകൾ ഇതേപോലെയാണ്. അങ്ങനെയാണ് നമ്മൾ ഇതൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് എടുക്കാൻ കാരണം തന്നെ. അപ്പോൾ പല ഹോസ്പിറ്റലുകളിലും പോയി നിവൃത്തിയില്ലാതെ വരുന്ന ആൾക്കാരാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഈ വെരിക്കോസ് അൾസറിന് ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കണം. അങ്ങനെ നമ്മളാണെങ്കിൽ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കി എടുത്തതാണ് ഈ വെരിക്കോസ് അൾസറിനുള്ള ഈ ഒരു ചികിത്സാ മെത്തേഡ്.
ധാരാളം പേഷ്യൻസ് എൻ്റെ മൊബൈലിൽ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേഷ്യൻസ് ഇതേപോലെ വെരിക്കോസ് അൾസർ വന്നിട്ട് കാരണം പലപ്പോഴും ആൾക്കാർ ജീവിതം മുഴുവനും ഇത് കൊണ്ട് നടക്കേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് നിലവിൽ ഞാൻ തുടങ്ങിയ സമയത്തുണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ ഈ വെരിക്കോസ് അൾസറിന് എടുക്കുകയും അങ്ങനെ ധാരാളം പേഷ്യൻസ് ഇവിടെ വന്നിട്ട് പൂർണ്ണമായിട്ട് മാറിപ്പോയ ധാരാളം കേസുകളുണ്ട്. സാർ, ഇത് വരാൻ കാര്യം എന്തോ? സാധാരണ ഇങ്ങനെ ഈ ആഹാരത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ, എന്താ ഇങ്ങനെ? ഇത് വെരിക്കോസ് വെയിൻ കൂടിയിട്ട് വെരിക്കോസ് അൾസറായിട്ട് മാറുന്നതാണ്. വെരിക്കോസ് വെയിൻ കൂടി അവിടെ ദുഷ്ടരക്തം ഒരുപാട് വന്ന് കിടക്കുമ്പോഴത്തേക്ക് അവിടെ ഇൻഫെക്ഷൻ ആവുകയും പിന്നീട് അത് പൊട്ടി വ്രണമായിട്ട് മാറുന്നൊരവസ്ഥ വിശേഷമാണ് ഈ വെരിക്കോസ് അൾസർ എന്ന് പറഞ്ഞാൽ. അത് പിന്നെ കരിയത്തില്ല, കാരണം ചുറ്റുപാടും ഉള്ളത് മുഴുവനാണെങ്കിൽ ഈ ദുഷ്ട ബ്ലഡായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അത് കരിയത്തില്ല. കരിയത്തിലെന്ന് മാത്രമല്ല, നമ്മൾ വീണ്ടും പല മരുന്നുകൾ കഴിക്കുമ്പോൾ ഇത് കൂടിയാണ് വരുന്നൊരവസ്ഥ വിശേഷമാണ് ഉണ്ടാകുന്നത്. ആ ഒരു സ്ഥിതിയിലാണ് നമ്മുടെ ചികിത്സ ഇവിടെ ചെയ്യുന്നത്. സാർ, ഈ വെരിക്കോസ് വെയിൻ ഇപ്പോൾ എല്ലാവർക്കും വെരിക്കോസ് വെയിൻ വളരെ ഇതുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തുള്ള സുഹൃത്തുക്കൾക്കുണ്ട്. ആരോട് ചോദിച്ചാലും പെട്ടെന്ന് പറയുന്ന ഇരിക്കുമ്പോൾ കാലുവേദന ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അത് തന്നെയായിരുന്നു. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതെന്ത് കാരണത്താലാണ് വരുന്നത്? വെരിക്കോസ് വെയിനെ പറ്റി പറയുമ്പോൾ, വെരിക്കോസ് വെയിൻ വരുന്നതിനെ പറ്റി ആൾക്കാർക്ക് ഒരുപാട് തരത്തിലുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും ഉണ്ട്. ആൾക്കാരുടെ ഒരു പൊതുധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ വരുന്നത് നിൽക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നടക്കുന്നത് കൊണ്ടാണെന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇപ്പോഴാണ് വെരിക്കോസ് വെയിൻ ഇത്രയധികം ഉള്ളത്. പഴയ ആൾക്കാർ എന്തുമാത്രം നിൽക്കുന്നവരും എന്തുമാത്രം നടക്കുന്ന ആൾക്കാരുമായിരുന്നു. തീർച്ചയായിട്ടും. ഇന്നൊക്കെ നമ്മുടെ ആൾക്കാർ എല്ലാവർക്കും വാഹനമുണ്ട്, തൊട്ടടുത്ത് തന്നെ വാഹനത്തിൽ കയറി പോകാനുള്ള സൗകര്യമുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെ നിന്ന് നടന്നാണ് പോകുന്നത്. എൻ്റെ അച്ഛനാണെങ്കിൽ കൊട്ടാരക്കര നടന്നാണ് പോകുന്നത്. അപ്പോൾ അന്നൊന്നും ഇത്രയധികം വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇത്രയധികം സർവ്വസാധാരണമായിട്ട് വരുന്നത് നിൽക്കുന്നത് കൊണ്ടോ നടക്കുന്നത് കൊണ്ടോ അല്ല വെരിക്കോസ് വെയിൻ വരുന്നത്. മറിച്ച് നമ്മുടെ തെറ്റായിട്ടുള്ള ആഹാരശൈലി അല്ലെങ്കിൽ ജീവിതശൈലിയുടെ പ്രശ്നം കൊണ്ടാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ആ ദുഷ്ടരക്തം വന്നിട്ട് വെയിനിൽ വന്ന് കെട്ടിക്കിടന്നിട്ട് വെയിനിൻ്റെ വലുവിനെ തകരാറാക്കിയിട്ട് ആ വെയിനെ വലുതാക്കുമ്പോൾ ചുറ്റുമുള്ള മസിലിൽ ഈ വെയിനാണെങ്കിൽ പ്രഷർ കൊടുക്കുന്നതാണ് ഈ കഴുപ്പും വേദനയായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ ചികിത്സാ രീതി ഓരോ വെരിക്കോസ് വെയിനും വ്യത്യസ്തമായ ചികിത്സയാണെങ്കിലും പൊതുവായിട്ടുള്ള ചികിത്സാ രീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ദുഷ്ടരക്തത്തെ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിന് പലതരത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ അട്ടയെ കൊണ്ട് പിടിപ്പിക്കും, ലീച്ച് തെറാപ്പി എന്ന് പറയും. അതാണ് നമ്മളെ ബോഡി കാണുന്നത്. ലീച്ചിനെ അട്ട വെച്ചിട്ടാണെങ്കിൽ ദുഷ്ട ബ്ലഡ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മെഡിക്കേറ്റഡ് ലീച്ചുണ്ട്. ആ ലീച്ചിനെ വെച്ചിട്ട് എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയുണ്ട്. ആയുർവേദത്തിൽ പഞ്ചകർമ്മയിൽ പെടുന്ന രക്തമോക്ഷ ചികിത്സയിൽപ്പെടുന്ന ഒന്നാണ് ലീച്ച് തെറാപ്പി. അതല്ലെങ്കിൽ പിന്നെ അതിൽ തന്നെ പറയുന്ന കൊമ്പ് ചികിത്സ. പണ്ട് കാളയുടെ കൊമ്പായിരുന്നു ഉപയോഗിക്കുന്നത്. കൊമ്പ് വെച്ചിട്ട് ഇപ്പോൾ അതിന് പകരം ഗ്ലാസിൻ്റെ കപ്പുകളുണ്ട്. ആ കൊമ്പ് വെച്ചിട്ട് ദുഷ്ട ബ്ലഡ് എടുക്കുക ഒരു ട്രീറ്റ്മെൻറ്റ്. പിന്നെ സ്ഥിരാവേദന എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇത് കൂടാതെ ഓരോ അവസ്ഥ അനുസരിച്ച് നമുക്ക് വ്യത്യസ്തമായ ചികിത്സകളാണ് നമ്മൾ ഓരോ സമയത്ത് ഉപയോഗിക്കുന്നത്. എന്നാലും പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുഷ്ടബ്ലഡ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പ്രച്ഛാദനം പോലുള്ള ചികിത്സകളുണ്ട്, അത് കൊത്തിക്കളയുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ദുഷ്ടബ്ലഡ് എടുക്കും നമ്മൾ ഒരു മെത്തേഡ്. അതിനൊപ്പം തന്നെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ രക്തം ശുദ്ധീകരിക്കാനുള്ള മെഡിസിൻസ് ഉള്ളിലേക്ക് എടുക്കും. അതിനൊപ്പം വളരെ പ്രധാനമാണ് നമ്മുടെ ആഹാര രീതിയിലുള്ള മാറ്റം. ഏറ്റവും പ്രധാനം അതാണ്. നമ്മൾ എന്തെല്ലാം ചെയ്ത് കഴിഞ്ഞാലും തെറ്റായിട്ടുള്ള ആഹാരം കഴിച്ചാൽ വീണ്ടും ഇത് തന്നെ വരും. കാരണം നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ രക്തമായിട്ട് മാറുന്നത്. വേറെ എങ്ങുന്ന രക്തം ഉണ്ടാകുന്നില്ല. നിങ്ങൾ അച്ചാർ കഴിച്ചുണ്ടാകുന്ന രക്തവും പഴം കഴിച്ചുണ്ടാകുന്ന രക്തവും ഒരുപോലെ ഇരിക്കത്തില്ല. തീർച്ചയായിട്ടും. എന്താണോ കഴിക്കുന്ന അനുസരിച്ചുള്ള രക്തമാണ് വരുന്നത്. അപ്പം നല്ല രക്തം ഉണ്ടാകാനുള്ള ആഹാര രീതികൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് സാറേ, ഇപ്പോൾ ഈ വെരിക്കോസ് വരുന്നു, ഏറ്റവും കൂടുതൽ ഏത് ആഹാരം കഴിച്ചിട്ടായിരിക്കും അങ്ങനെ വരാൻ ചാൻസ്? അതൊരു ജീവിതശൈലിയുടെ മൊത്തത്തിലുള്ള ആഹാരശൈലിയുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണ്. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കരുതുന്നത് രാത്രി താമസിച്ച് ആഹാരം കഴിക്കുന്നതാണ്. അത് ഒത്തിരി അസുഖത്തിന് കുഴപ്പമാണ്. തീർച്ചയായിട്ടും. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മതി. ഈ പകൽ കണ്ണ് കാണുന്ന പക്ഷി മൃഗാദികളൊന്നും തന്നെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കത്തില്ല. നമ്മൾ മനുഷ്യരാണ് ഈ സീരിയലും കോമഡി ഷോയൊക്കെ കണ്ടിട്ട് ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം രാത്രി നേരത്തെ ആഹാരം കഴിക്കുക. അതുപോലെ രാത്രി കഴിക്കുന്ന ആഹാരവും വളരെ ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ. അത്താഴം അത്തിപ്പഴത്തോളം എന്നാണ് പറയുന്നത്. ലഘുഭക്ഷണം വേണം രാത്രി കഴിക്കാൻ. ഇന്ന് പലപ്പോഴും ആൾക്കാർ ഹെവി ഫുഡ് ആണ് രാത്രി പ്രിഫർ ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡ് കടകളെല്ലാം തന്നെയാണെങ്കിൽ ഏറ്റവും ആക്റ്റീവ് ആകുന്നത് രാത്രി സമയത്താണ്. രാത്രി നോൺ വെജ് കഴിക്കാനേ പാടില്ല. രാത്രി എപ്പോഴും ലഘുഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ രാത്രി പകൽ പോലായി അതേപോലെ ആഹാരം കഴിക്കുന്നത്. കാരണം 12 മണിയിൽ നിന്ന് 1 മണിയിൽ നിന്ന് ഒന്നുമില്ല. അതെ. അത് വളരെ വലിയ അപകടമാണ്. രാത്രിയിൽ നേരത്തെ ആഹാരം കഴിക്കുക, രാത്രി ലഘുഭക്ഷണം കഴിക്കുക, അത് ഏറ്റവും പ്രധാനമാണ്. ഓക്കെ. അപ്പം ഡോക്ടർ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം ആഹാര രീതി കൊണ്ട് മാത്രമാണ് രോഗം ഉണ്ടാകുന്നത്. ആഹാരം മരുന്നായിട്ട് കഴിച്ചാൽ ഒരു കാരണവശാലും നമുക്ക് അസുഖം ഉണ്ടാകത്തില്ല. അപ്പം ഇത് തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഇന്ന് തന്നെ വൈകുന്നേരങ്ങളിൽ സാധാരണ ഇവിടെ വന്നാൽ ശരിക്കും തിരക്കാണ്.
അപ്പം ഞാൻ ഏകദേശം ടൈം കൃത്യമായിട്ട് ചോദിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. കാരണം 2 മണി തൊട്ട് നല്ല തിരക്കുണ്ട് ഇവിടെ. കാരണം ഡോക്ടർ ഓരോരുത്തരെ നോക്കിയതിന് ശേഷം അവിടെ പോയിട്ട് ചികിത്സിച്ചിട്ടാണ് വീണ്ടും വരുന്നത്. അപ്പോൾ അത്രയും ടൈം അവിടെ പോയി. കാരണം ഇദ്ദേഹം തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ ഗുണപരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ഇവിടുത്തെ മരുന്നുകളാണ് ഇത്. കുറച്ച് ശിലാ മ്യൂസിയത്തിൽ നിന്ന് ഇവിടെ കുറച്ച് ഔഷധ സസ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ ഇങ്ങനെ വരുന്ന പേഷ്യൻറ്റിനും അല്ലെങ്കിൽ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കാനുള്ള രീതിയിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരിലയുണ്ട്, അതുപോലെ തന്നെ അയമോദക തുളസിയുണ്ട്, പിന്നെ നമ്മുടെ മുറികൾ കരിക്കുന്നതായിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ കരിമഞ്ഞളുണ്ട്, പിന്നെ കല്ലുരുക്കിയുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇലമുളച്ചിയുണ്ട്, മധുര തുളസിയുണ്ട്. അതുപോലെ എല്ലാ ഔഷധങ്ങളും കൃത്യമായിട്ട് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കാണാനായി നമ്മുടെ ഗ്രീൻ ആർട്ടിഫിഷ്യൽ ചാനലിൽ കയറുക, മാക്സിമം ഷെയർ ചെയ്യുക. ക്യാമറാമാൻ മണിലാലിനോടൊപ്പം ശിലാ സന്തോഷ്.